പോയി പകുതിയും താഴ്ത്താത്ത പോയി വെള്ളം. നമസ്കാരം, ഞാൻ ഉണ്ണി ജോർജ്. വെൽക്കം ടു OMKV കുക്കിംഗ്. നമ്മളിന്ന് എല്ലാവരും എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്, പോട്ടിക്കറി ഉണ്ടാക്കുമോ പോട്ടിക്കറി ഉണ്ടാക്കുമെന്ന്. അപ്പോൾ നമ്മളിന്ന് പോട്ടിക്കറി ഉണ്ടാക്കണം. ഒരു കാര്യം എന്ന് വെച്ചാൽ പോട്ടിക്കറി നമ്മളുടെ പ്രായമായ ആൾക്കാർ, അപ്പച്ചനമ്മച്ചിമാരൊക്കെ വെക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ വെച്ചാൽ കിട്ടൂല എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വലിയമ്മച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയമ്മച്ചി എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ്റെ പെങ്ങൾ. അപ്പച്ചൻ്റെ പെങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അപ്പച്ചൻ്റെ പെങ്ങളുടെ കൂടെ നിന്നിട്ടാണ് നമ്മളിന്ന് പോട്ടിക്കറി വെക്കാൻ പോകണം. പിന്നെ ഒരു കാര്യം കാണിച്ചിട്ടുണ്ടോ, അങ്ങോട്ട് നോക്കി നാളെ കാണിച്ചതേ. ഇതാണ് നമ്മളെ വലിയഞ്ചി. പിന്നെ അത് മാത്രമല്ല, പോട്ടിക്കറി നമ്മൾ ഇങ്ങനെ സംഭവം നമ്മൾ വാങ്ങി വെട്ടി നുറുക്കി, അതായത് കടയിൽ നിന്ന് തന്നെ വെട്ടി നുറുക്കിയാണ് തന്നത്. പിന്നെ അതണ്ട, ഇത് മറ്റേ മുട്ടിയാണ്. കടയിൽ നിന്ന് തന്നെ വെട്ടി മുറുക്കി തന്നിട്ട് നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ച കാര്യം വേറെ ഒന്നുമല്ല, ഇത് അടുപ്പത്ത് വെച്ച് കഴിക്കാനാണെങ്കിൽ ഒരു 5 മണിക്കൂറെങ്കിലും എടുക്കും. കുക്കറിൽ 10-12 വിസിലടിച്ചിട്ടാണ് ഇതൊന്ന് വെന്ത് കിട്ടിയത്. അപ്പോൾ അത്രയും സമയം എടുത്താലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്ന് വേവിച്ചേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ ഇനി സവാള, തേങ്ങ ഇരണ്ടണം, അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം കുറച്ച് സവാള പൊളിക്കാനുണ്ട്, പച്ചക്കരിയാനുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം എല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. നമ്മൾ പുറത്തുനിന്ന് ആളൊക്കെ ഇറക്കിയിട്ടുണ്ട്. തേങ്ങ ഇടണ്ട സിമ്പിളല്ലേ. പിന്നെ അതെ ഇങ്ങനെ സൈഡിങ്ങനെ പിടിക്കുക. പണ്ട് ഞാൻ കുറെ തേങ്ങ ചിരണ്ടിട്ടുള്ളതാണ്. മാർച്ച് 19 ഓക്കെ ഞാൻ പറയട്ടെ. ഈ ആമ്പിള്ളേര് അങ്ങനെ അധികം തേങ്ങ ചിരണ്ടാറില്ല. അങ്ങനെ ചിരണ്ടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മാർച്ച് 19 പള്ളിയിൽ തലേദിവസം ചിരണ്ടോട് ചിരണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ നിരന്നിരുന്ന് ഇങ്ങനെ ഇരുന്നിട്ടില്ല. ചിരണ്ടോട് വാശിയല്ല, വാശിക്ക് ചിരണ്ടിട്ടുണ്ട്. ഈ നമ്മൾ തേങ്ങ ഇങ്ങനെ ചിരണ്ടി എടുത്തിട്ട് ഇങ്ങനെ തിന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ലേ, അത് തേങ്ങ നമ്മൾ പൂളി തിന്നാൽ കിട്ടൂല. അതായത് നമ്മൾ പീര, അതായത് തേങ്ങാപ്പീര തന്നെ ആദ്യം ഇടുന്നത്. അപ്പോൾ 2 കിലോ തേങ്ങക്ക് 2 കിലോ പോട്ടി, അതിന് 2 തേങ്ങയുടെ പീര. അത് നമ്മൾ അടപ്പിലിട്ട് ചിക്കി ഒന്ന് ചൂടായി കഴിയുമ്പോൾ മറ്റുള്ള ചെറുതാണ്. അതായത് 2 കിലോ പോട്ടിക്ക് 2 മുഴുവൻ ഫുള്ള് തേങ്ങ ചിരണ്ടി പീരാക്കി, അതാണ് പറഞ്ഞത്. ഓക്കെ, പീര വാടാൻ തുടങ്ങി. വാടിക്കഴിയുമ്പോൾ കുറച്ച് എണ്ണ അങ്ങോട്ട് ചട്ടിയിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കും. അതായത് അതിൻ്റെ പീര അടി പിടിക്കാതെ എടുക്കാൻ പറ്റും. അതായത് പീര നൈസായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വാടി തുടങ്ങിയപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ പീര അടിക്ക് പിടിക്കാണ്ട് എടുക്കാൻ പറ്റും. അതാണ് കാര്യം. പീര വാടി ഇത്തിരി ഇഞ്ചി, പച്ചമുളക്
ഇതൊക്കെ എല്ലാം കൂടി ചേർത്ത് ഇത് കിടന്ന് അതിൽ കിടന്ന് വേടണം. അതായത് എണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില ആ സാധനങ്ങളെല്ലാം കൂടി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതും ഇതിൻ്റെ അകത്തിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം. അതായത് പീര വാടി തുടങ്ങി നമ്മൾ എണ്ണ ഒഴിച്ച് അത് കഴിഞ്ഞ് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇതും ഒന്ന് പീരയിൽ കിടന്ന് വാടി കിടക്കണം. പീര ഇങ്ങനെ ഇളക്കി ഇളക്കി ഒരുപാട് വരും. നല്ല ടേസ്റ്റുള്ള കറി കിട്ടണമെങ്കിൽ ഒരുപാട് പണി വരും. ഇട്ടു അതായത് ഇത് നമ്മളുടെ അതായത് ഇത് നമ്മളൊരു 50 രൂപയുടെ പാക്കറ്റ് മസാലക്കൂട്ടാണ്. അത് നമ്മൾ ഫുള്ള് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പീര മുരിഞ്ഞ് വരുമ്പോഴേക്കും മസാലക്കൂട്ടും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇടണം. കുറച്ചുകൂടി എണ്ണ കൂടി ഒഴിക്കാം. കുറച്ച് എണ്ണയും കൂടി ഒഴിക്കാറുണ്ട്. ഇത് മൊരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സംഭവം അത്യാവശ്യം നല്ല രീതിയിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മണം വരും, മൊരിഞ്ഞ് കഴിയുമ്പോൾ ഒരു മണം വരും. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ വന്ന് നോക്കും ഇവിടെ എന്തോ ഒരു പരിപാടി ഉണ്ടല്ലോ. ശരിക്കും ആ വറുത്തരച്ച് ഈ പീര ഇതായി കഴിഞ്ഞപ്പോൾ ഒരു മണമുണ്ട്, നല്ല കിടില മണം. പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക്, മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി ഇത് ഇനി ഇറക്കി വെക്കാം. അടപ്പത്തുനിന്നേ ഇറക്കി വെച്ചിട്ട് അവിടെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 150 ഗ്രാം മല്ലിപ്പൊടി ഉണ്ടായിരുന്നു, ഒരു 2-3 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 4 സ്പൂൺ മുളക് പൊടി, 4 അല്ല കുറച്ചും കൂടി കൂടുതലുണ്ടാവും മുളക് പൊടി, പിന്നെ 2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ എടുത്തത്. ഇനിയിപ്പോൾ ഇന്ന് ഇതിൻ്റെ അകത്തിട്ട് പതുക്കെ ഒന്ന് ചൂടാക്കി എടുക്കും. നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. എല്ലാ സാധനവും ഇങ്ങനെ അങ്ങോട്ട് മൊരിഞ്ഞിട്ടേ നല്ല കിടിലനായിട്ട് മണം വരുന്നുണ്ട്. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ ഇനി കൊണ്ടുപോയി അരച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പച്ചക്ക അങ്ങനെ വേവിക്കാൻ വേണ്ടി പോണേന്. അപ്പോൾ പച്ചക്ക വേവിക്കാനായിട്ട് പച്ചക്ക അരിഞ്ഞത് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ച്. പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി അതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. ഇതൊന്ന് നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങ വറുത്തത് നമ്മൾ ഒന്ന് അരക്കാൻ വേണ്ടി കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് കല്ലൊന്നും ഇങ്ങോട്ട് ചുമന്നുകൊണ്ടിരാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് കുറേ ദൂരമാണ്. അപ്പോൾ കല്ലൊന്നും ചുമന്നുകൊണ്ടിരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി തേങ്ങ വറുത്തത് അരച്ചേണ്ടി വരും. അപ്പോൾ ഈ കുടൽ കറി അല്ലെങ്കിൽ പോട്ടിക്കറിക്ക് ഈ തേങ്ങ വറുത്തരച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതേപോലെ എല്ലാവർക്കും തേങ്ങ വറുത്തരക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നല്ല. അപ്പോൾ അങ്ങനെ വറുത്തരക്കാൻ പറ്റാത്ത ആൾക്കാർക്ക്, പോട്ടിക്കറി ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് നമ്മുടെ സാറാസിൻ്റെ വറുത്തരപ്പ് കിട്ടും. അപ്പോൾ അത് മേടിച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ട് ഉണ്ടാക്കാം. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അഗ്മാർക്കുള്ള സാറാസിൻ്റെ വറുത്തരപ്പ് കിട്ടും, അതെടുത്ത് നമുക്ക് ഉണ്ടാക്കാം. പച്ചക്ക അത്യാവശ്യം വെന്ത് വന്നുണ്ട്. എനിക്കൊന്ന് കുറച്ചും കൂടി വേകാണ്ടെന്ന് തോന്നുന്നു. കുറച്ചും കൂടി ഇരുന്ന് വേകട്ടെ. നമ്മൾ തേങ്ങ വറുത്തത് നമ്മൾ അരച്ചേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചക്കയും റെഡിയാക്കി ഇട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പോട്ടി താളിക്കാൻ വേണ്ടി പോണേ. എണ്ണ ഒഴിക്കണ്ടേ? സവാള ഒരു എത്ര സവാള? 7 അല്ല 6 സവാള. ഉപ്പ്, സവാള വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ്, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി. സംഭവം നമ്മുടെ കയ്യിലിന് നീളമുള്ളതുകൊണ്ടേ നിന്നങ്ങോട്ട് ചെയ്താൽ
ഈ കാറ് ഇരുന്ന് മുമ്പിട്ടൊക്കെ പണിയാണ്. അപ്പോൾ നമ്മുടെ സവാള നല്ലോണം വാടിയിട്ടുണ്ട്. അപ്പോൾ അരപ്പ് അതിൻ്റെ അകത്തോട്ട് ഇടുന്നുണ്ട. ഇത് വറുത്തരച്ച് കഴിയുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പോട്ടി അതിൻ്റെ അകത്തേക്ക് ഇടണേ. പോട്ടിയും മുട്ടിയും ഉണ്ട്. ഇത് രണ്ടും കൂടി നമ്മുടെ അരപ്പിൻ്റെ അകത്തേക്ക് ഇടണേ. ഇപ്പോൾ ഇത് എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ അതേതണ്ട നമ്മുടെ പോട്ടി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഒരു നല്ല തിള വന്നു കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. ഈ പറഞ്ഞ പോട്ടീനേക്കാളും അടിപൊളി മുട്ടിയാണ്. മുട്ടി ഇതേ ഇവിടെ എന്താ മുട്ടി കടിച്ചിട്ടുള്ളവനുണ്ടല്ലോ ഒരിക്കലും പിന്നെ മുട്ടി കണ്ടാൽ വിടൂല. ഓഹ് എൻ്റെ സാറേ, മുട്ടി അതൊരു വേറെ ഐറ്റം തന്നെ കേട്ടാ. പച്ചക്കയും കൂടി അതിൻ്റെ അകത്തേക്ക് ഇടുന്നതാണ്. പച്ചക്ക ആദ്യമേ ഇട്ടെന്നാൽ ചിലപ്പോൾ കുഴഞ്ഞു പോകും. ഓൾറെഡി ഇത്തിരി വെന്തിട്ടുണ്ട് പച്ചക്ക. അപ്പോൾ അതുകൊണ്ട് പച്ചക്കയും കൂടി ഇട്ടിട്ടൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കും. എല്ലാം ഇട്ടിട്ട് കൊടുക്കണം. ഇവിടെ നോക്ക്. അമ്മച്ചി ഞാൻ ഇളക്കാം. ഞാൻ കയ്യിൽ പിടിച്ചിട്ട് പച്ചക്കയും കൂടി ഇട്ടപ്പോൾ അങ്ങോട്ട് ചട്ടിയല്ല ഉരുളി നിറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തിളയും കൂടി അങ്ങോട്ട് തിളച്ചാൽ നമ്മുടെ പോട്ടിക്കറി റെഡി. ഇത് കണ്ടാ മോനെ നല്ല പേടയായിട്ടുണ്ട് കേട്ടോ. എന്താ ഭംഗി, പച്ചയും ചുവപ്പും. നമ്മുടെ പോട്ടിക്കറി റെഡിയാണ്. അപ്പോൾ ഇനി ഇത് കഴിച്ച് നോക്കാൻ വേണേ. അപ്പോൾ നമ്മൾ അപ്പം മേടിക്കാൻ പോയിട്ട് കിട്ടിയില്ല. അപ്പോൾ 2 പൊറോട്ട വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സംഭവം പൊറോട്ടയുടെ അരികിലിട്ടിട്ട് പതുക്കെ കഴിച്ചു നോക്കും. പൊട്ടി ഇത് ഐസ് കഴിക്കുമോ? ഐസ് കുറച്ച്. ഞാൻ ഒരു കഷ്ണം ഞങ്ങളെ കണ്ടു. എനിക്ക് ആ കാലിന് മുട്ട വെച്ചേക്കെ അതാ അതേപോലത്തെ ഇതാണ്. അതന്നെ. അല്ല അതല്ല, അതിലും ചെറുതൊന്നും ഉണ്ടാവും. ഏതെങ്കിലും ഒരെണ്ണം എടുക്ക്. കുറെ നേരം ഇത് ഓണാക്കി പിടിച്ചാണ്. നീ ഓഫ് ചെയ്യടാ. അത് മതി. പിന്നെ അതല്ലേ. അപ്പം ഇനി ഞാനും കുറച്ച് കറി പിന്നെ കുറച്ച് ഒരു മുട്ടി കഷ്ണം അല്ല ഇതെടുത്തിട്ട് സംഭവം എങ്ങനെ ഉണ്ടെന്ന് കഴിച്ച് കാണിച്ചു തരാം. അധികം കഴിക്കാനുള്ള കുറച്ച് പൊറോട്ടയൊക്കെ നല്ല മരം പോലെ ഇരിക്കും. ഇങ്ങനെ എടുക്കുക, മുക്കുക, എടുക്കുക. അത് രക്ഷയില്ല. ഇപ്പം ഇത്ര ടേസ്റ്റ് കുറവാണെന്ന് പറയാൻ പറ്റില്ല. കാര്യം വലിയ ഇഞ്ചി ഉണ്ടാക്കിയതാണ്. പിന്നെ നമുക്ക് കാണിക്കാനുള്ളൊരു സാധനമാണ് ഇത്. കണ്ട ഇത് കണ്ട ഈ തൂങ്ങിക്കിടക്കണണ്ട. ഈ തുണ്ടൻ കഴിച്ചാലുണ്ടല്ലോ ഓഹോ എങ്ങനെ കഴിച്ചു. അപ്പോൾ അതെ നമ്മളെ മുട്ടിയുണ്ടോ അതുണ്ടോ തുണ്ടൻ കണ്ട. ഈ തുണ്ടം ഇതാണ് മക്കളെ സാധനം. ഇതൊക്കെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ലെങ്കിൽ വൻ നഷ്ടം തന്നെ. ഓ പിന്നെ ഇതിൻ്റെ ഇതിനകത്തൊരു സാധനമുണ്ട്. ഇതിനകത്തിട്ട്
എൻ്റെ പൊന്നു മക്കളെ, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ പോട്ടി കറി വെള്ളിയമ്മച്ചി സ്പെഷ്യൽ.